അസ്സലാമു അലൈക്കും മുത്തുമണീസ്. യാസീനും സിയൊക്കെ മദ്രസയിൽ പോവുകയാണ്. തിരക്കിൽ എന്നോട് സലാം പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓനൊക്കെ പോയി ഇനിയിപ്പോൾ എന്താ ഇപ്പം അടുത്ത പണികൾ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഇനി സ്കൂളിലൊരു ദിവസമാണ്. ചായയും കടിയും ചോറും കൂട്ടാനും പറഞ്ഞ മാതിരി ഒക്കെ പാടെ ഒരു തിരക്കില്ല ദിവസം. അപ്പം ഇന്ന് കുട്ടീസിന് ലഞ്ച് ബോക്സിൽ എന്താണ് ആക്കണമെന്ന് കണ്ടാലോ? സമയം കളയാതെ പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറട്ടെ. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് കറി കൂട്ടാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്. സിയൊക്കെ ഇഷ്ടമല്ല, തക്കാളി തന്നെ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിന് കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. ഇങ്ങനെ ചോറിലൊക്കെ തക്കാളി കൂട്ടാൻ കൂട്ടി കുഴച്ച് കൊടുത്തയക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് തക്കാളി കടുക് എണ്ണയ്ക്ക് കുറച്ച് കടുകിട്ട്, പിന്നെ അതേപോലെ പൊട്ടിക്കഴിയുമ്പോൾ തക്കാളി ഉപ്പും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊണ്ട് അടച്ചു വെക്കും. കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുക. പിന്നെ ഒരു വെളുത്തുള്ളി, 1-2 വെളുത്തുള്ളി ചതച്ചതും പാടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടാൻ അവിടെ റെഡിയായി. ഇതാവുമ്പോൾ ഇത് വെറുതെ കൊടുത്തയച്ചാണെന്നുണ്ടെങ്കിൽ ഓല് കഴിക്കൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചോറിൽ കൂട്ടി കുഴച്ച് കൊടുത്തയക്കും. അതാവുമ്പോൾ ഓൽക്കത് എടുത്ത് മാറ്റി കളയാനൊന്നും പോലല്ലല്ലോ. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ റെഡിയാക്കുകയാണ് ഇവിടെ. പെട്ടെന്നുള്ള കൂട്ടാനാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. ഇവിടെ സിയമോൾക്ക് എരിവ് എന്ന് പറയുന്നത് പറ്റൂല. അപ്പോൾ അതിന് ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ കൂട്ടാൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊന്നും പാടെ ഇളക്കി കൊടുക്കുകയാണ്. മുട്ടയ്ക്ക് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഞാൻ അപ്പോഴത്തേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ തക്കാളി ഉണ്ടല്ലോ നന്നായിട്ട് ഉടയണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഓരോന്ന് പെറുക്കിയെടുത്ത് കളയും ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടക്കുകയാണ്. പിന്നെ അതേപോലെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മറിച്ചിട്ടതാണ്. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാൾക്കും അങ്ങോട്ടും ഒരു കൂടുതൽ പറ്റില്ല, ഇങ്ങോട്ടും ഒരു കൂടുതൽ പറ്റില്ല. രണ്ടാൾക്കും ആ ഒരു അളവ് പോലെ അനുസരിച്ച് ഒരേപോലെ വേണം. ആ ഒരു പാർട്ടീഷൻ തിരിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. ഇവിടെ വേറെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും സിയക്ക് ഡെയിലി ഉരുളക്കിഴങ്ങ് പൊരിച്ചത് എന്താണെങ്കിലും വേണം. വേറെ കൂട്ടാനുകളൊന്നും അവൾക്ക് വേണമെന്നില്ല. ഈ ഒരു കിഴങ്ങ് പൊരിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷാക്കാരം. അപ്പോൾ അതും പാടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വലിയ ആർഭാടപരമായിട്ടില്ല ഒന്നല്ല, സാധാ നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും തിരുമ്പി വെച്ച് നമ്മളത് എണ്ണയിലിട്ട് പൊരിക്കണം. ഇനിയിപ്പോൾ വീഡിയോയിൽ കളറ് കുറച്ച് കുറവ് മാതിരി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി മഞ്ഞപ്പൊടിയും കാശ്മീർ ചില്ലിയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് അതും പൊരിച്ച് റെഡിയാക്കി ആക്കണുണ്ട്. അപ്പം നമ്മൾ കിഴങ്ങ് പൊരിച്ചതും റെഡിയായി. ഇനി നമ്മൾ ആ ചോറുണ്ടല്ലോ, ആ ചോറ് ഇതിലേക്ക് ഈ തക്കാളി കൂട്ടാനിലേക്ക് ഇട്ട് മിക്സാക്കി കൂട്ടി കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറ്റുപാത്രത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ഉച്ചക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം രണ്ടാളെ പാത്രത്തേക്കും ഞാനത് ആക്കി കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ പാത്രത്തിൻ്റെ കളറ് വെച്ചിട്ടൊന്നുമല്ല, ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് സിയമോൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് യാസിക്കുട്ടിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാൾക്കും അതൊക്കെ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി
കഴിക്കൊന്നുമില്ല. സിയമോൾ അത്രയും കഴിക്കൊന്നുമില്ല, വേണ്ടാന്ന് പറയും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഓംലെറ്റ്, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കിഴങ്ങ് പൊരിച്ചതും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓലെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. രാവിലെ തിരക്കില്ല, എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. കുട്ടികളെ ലഞ്ച് ബോക്സിൽ എന്താക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കണവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.